അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി മനുഷ്യൻ ഏത് നീചകൃത്യം ചെയ്യും എന്നതിന് ഈ നിമിഷപ്രിയ ഒരു വലിയ ഉദാഹരണമാണ്. ലക്ഷ്യം ക്രെഡിറ്റ് ആയാൽ, പബ്ലിസിറ്റി ആയാൽ, ഈ നിമിഷപ്രിയ 2008 വലിയ ഒരു ലക്ഷ്യവുമായിട്ട് യമനിലേക്ക് പോകുന്നത്. ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്നതാണ് യമൻ. യമൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം. നിമിഷപ്രിയ ആരാണ്? നിമിഷപ്രിയ എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ അവൾക്ക് നൽകുന്നത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തിയതല്ലേ എന്നും, അതല്ല അവൾ വലിയ കുറ്റകൃത്യം ചെയ്തു എന്നും, ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളെ എന്തിന് രക്ഷപ്പെടുത്തണമെന്നും. ഈ ദലാൽ അബ്ദുൽ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, നിമിഷപ്രിയ 2008 യമനിലേക്ക് പോകുന്നത്. അവിടെ പോകുന്നത് തൻ്റെ നഴ്സ് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നു. അവിടെ നല്ലൊരു ജോലി കിട്ടുന്നു, നല്ല നിലയ്ക്ക് ജീവിതം പോകുന്നു. അങ്ങനെ 2011 വരുന്നു, ടോമിയുമായിട്ട് വിവാഹം കഴിക്കുന്നു. അങ്ങനെ വീണ്ടും 2012 അവർ ഒന്നിച്ചു പോകുന്നു. യമനിൽ പോയി ഒരു ക്ലിനിക്കിൽ അവർ ജോലി ചെയ്യുന്നു. അവർക്ക് വലിയ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായ ഒരു ക്ലിനിക്ക് വേണം എന്നുള്ള ഒരു വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ജീവിതം പടുത്തുയർത്താൻ അത് സ്വാഭാവികമാണ്. യമൻ എന്ന പോലത്തെ രാജ്യങ്ങൾ, അവിടെ സ്വന്തമായി വിദേശത്തുനിന്ന് വന്ന ഒരാൾക്ക് അവിടെ സ്വന്തമായി അവരുടേതായ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല. അതിലേക്ക് അവിടുത്തെ ഒരു പൗരൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു വഴി എങ്ങനെ കണ്ടെത്തുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ദലാൽ മഹ്ദി മുഹമ്മദ്. ഇപ്പോൾ ഈ നിമിഷപ്രിയക്ക് ഇത്ര വലിയ ശിക്ഷ കിട്ടാൻ കാരണം ഈ ദലാൽ മുഹമ്മദ് എന്ന മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ് അവസാനം ഭൂഗർഭ ടാങ്കിയിൽ ആ ശരീരത്തെ മറമാടി പിന്നെ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്താണ് നിമിഷപ്രിയ പിടികൂടുന്നത്. ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്തവളെ എന്തിന് രക്ഷപ്പെടുത്തണമെന്ന് മറുഭാഗം പറയുമ്പോൾ നിമിഷപ്രിയയുടെ ഭാഗത്ത് പറയുന്നത്, അങ്ങനെ ഇതിന് ഒരു വഴി അവർ കണ്ടെത്തേണ്ടിരുന്നു. അവർക്ക് സ്വന്തമായ ഒരു ക്ലിനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വഴി കണ്ടെത്തേണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പൗരൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ ദലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലൊക്കെ വരും. അപ്പോൾ ഇവരുമായി പരസ്പരം നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഒരു ആശയം, സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങേണ്ട ഒരു ആശയം അവർ ദലാൽ മുഹമ്മദ് ഇവരുമായിട്ട് ചർച്ച ചെയ്തു. അതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറയുകയും അങ്ങനെ അവസാനം അവരൊരു നല്ലൊരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ഒരു അവസരമുണ്ടാക്കി. അങ്ങനെ തുടങ്ങി. അൽ അമാൻ എന്ന പേരിൽ നല്ല ഒരു സ്ഥാപനം അവർ തുടങ്ങി. വളരെ സന്തോഷത്തുണ്ടായിരുന്നു. 2015 ഈ ദലാൽ കേരളത്തിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാ സന്തോഷത്തിലേക്ക് ദലാൽ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായി യമനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവ് ടോമി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല. പിന്നെ നിമിഷപ്രിയ അവിടെ ഒറ്റക്കായി. നിമിഷപ്രിയ ഒറ്റക്കായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയ പറയുന്നത് ഇവനുമായി ഒരു ഇടപെടൽ വളരെ മോശമായ രീതിയിലായിരുന്നു. ക്രൂരമായ പീഡനം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവൾ തൻ്റെ ഭാര്യയാണ് എന്ന രീതിയിലൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി തൻ്റെ ഭാര്യയായി ഒന്ന് സ്ഥാപിക്കാനൊക്കെ പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ്. അവസാനം സ്വന്തം ഭാര്യയാണെങ്കിൽ അപ്പോൾ ഈ സ്ഥാപനം കിട്ടുന്ന വരുമാനം സ്വന്തം യുവനിക്കായി കിട്ടുകയും അതോടൊപ്പം ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യാമെന്ന ഒരു ദുരുദ്ദേശം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സ്വർണ്ണമെല്ലാം എടുത്ത് അങ്ങനെ പല വിധത്തിലുള്ള അക്രമങ്ങളുമായി, പിന്നെ കൂടെ ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു സഹായിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവളോടും മോശമായി തന്നെ ഈ ദലാൽ എന്ന് പറയുന്ന അവിടുത്തെ പൗരൻ, ഇവരെ ഈ സ്ഥാപനം തുടങ്ങാൻ സഹായിച്ച പൗരൻ, അവളുമായി പരസ്പരം വളരെ മോശമായി പെരുമാറിയിരുന്നു. അവസാനം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴിയുമില്ലാതിരിക്കുമ്പോൾ അവസാനം അവർ കണ്ടെടുത്ത വഴി കെട്ടമീൻ എന്ന് പറയുന്ന അവൻ്റെ ബോധം കെടുത്തി പാസ്പോർട്ടൊക്കെ സ്വന്തം കയ്യിലാക്കി അവിടെ നിന്ന് ജീവനുമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരുങ്ങിയത്. ആ സമയത്ത് അതിൻ്റെ ഡോസ് കൂടിയത് കൊണ്ടാണ് മരണപ്പെട്ടത് എന്ന രീതിയിലാണ് പറയുന്നത്.
ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഒരു ഭാഗത്തുള്ള വിശദീകരണം. മറ്റൊരു ഭാഗത്ത് അവൻ്റെ കൊന്നു എന്ന് പറയുന്ന രീതി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇതിലൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ജീവനിക്ക് വേണ്ടി, ക്രെഡിറ്റിക്ക് വേണ്ടി പൊരുതുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. എന്ത് നന്ദിയില്ലാത്ത ലോകമാണ്. കാരണം ജൂലൈ 16 ഇവൾക്കുള്ള വധശിക്ഷ വിധിച്ചിരുന്നത്. അപ്പോഴാണ് വധശിക്ഷ വിധിച്ചിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം മാറ്റാനുണ്ടായ സാഹചര്യം, സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. ഇവിടെ രാഷ്ട്രപതിയൊക്കെ പലരും ഇടപെട്ടിട്ടും ഈ ഒരു തീരുമാനത്തിന് മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവസാനം AP ഉസ്താദ് ഇതിടപെടുകയും അതിൽ പിന്നെ ആ ഒരു തീയതി ഇങ്ങനെ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. ഈ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കോ ഈ ക്രെഡിറ്റ് ആർക്കും കിട്ടാൻ പാടില്ല. നമുക്ക് കിട്ടാത്ത ഒരു ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ അവളെ നീ വധിച്ചാലും ശരി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവനത്തിൽ ഒരാൾ നല്ലത് ചെയ്താൽ അത് നാം അംഗീകരിക്കണം. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആളല്ലല്ലോ, നമ്മുടെ സംഘടനയുടെ ആളല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ലല്ലോ എന്ന രീതിയിലൊക്കെ കാണുന്നത് അത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ്. ഒരാൾ ഒരു വിരലെങ്കിലും അണക്കാൻ സാധിച്ചല്ലോ, അതൊരു നല്ല പ്രവർത്തനമല്ലേ? നല്ല പ്രവൃത്തി ആരെന്നുണ്ടായാൽ അത് നല്ലതായി കാണണം. നമ്മുടെ സംഘടനയിൽപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെടാത്തത് കൊണ്ടോ ഇത് ഒരു മനുഷ്യനിക്ക് അള്ളാഹ് ഒരു നന്ദിയില്ലാത്തൊരവസ്ഥയാണ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ്റെ നന്ദി അള്ളാഹ്ക്ക് വേണ്ട എന്നുള്ളതാണ്. ഒരാളൊരു നന്മ ചെയ്താൽ അത് അംഗീകരിക്കുക, അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും സൽസ്വഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്ക്, ഈ ഒരു പ്രശ്നം ക്രെഡിറ്റിന് വേണ്ടി തല്ലുകൂടുകയാണ്. ഒരു നന്ദിയില്ലാത്തൊരു ലോകം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ സങ്കടമുണ്ട്. ഒരാൾ വിരലെങ്കിലും അണക്കിയല്ലോ, അവിടെ അത് ചിന്തിക്ക്, അതൊരു നന്മയല്ലേ? ആ നന്മയെ നന്മയായി കാണണം, അതിനെ ഒരു മോശമായി കാണാം. നോക്ക്, ആ സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ ജൂലൈ 16 AP ഉസ്താദ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അന്ന് വധശിക്ഷ നടക്കുമായിരുന്നു. ഇപ്പോൾ പണം കൊടുത്തിട്ട് അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന രീതിയിലൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം, ഇതൊക്കെ ശരിയായ രീതിയാണ്? ഒരാൾ ഒരു നന്മ ചെയ്താൽ നന്ദി പ്രകടിപ്പിക്കൽ അനിവാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നന്ദിയില്ലാത്ത ഇത്തരക്കാരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.